തമ്പനയിൽ കണ്ടപ്പോഴേ മനസ്സിലായല്ലോ ഈ ഒരു നെക്കിൻ്റെ വീഡിയോയാണ്. ഈ ഒരു നെക്ക് നമുക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ചിട്ടെടുക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഈസി ആയിട്ട് തിരിച്ചെടുക്കുന്ന മെത്തേഡും കൂടെ നമുക്ക് ഈ നെക്കിൽ നോക്കാം. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു നെക്ക് ഒന്ന് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് തന്നെ തിരിച്ചിട്ടെടുക്കുന്നത് എങ്ങനെയെന്നാണ് വീഡിയോയിൽ പറയുന്നത്. അതിനുവേണ്ടി ഒരു സ്ക്വയറിൽ ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് എത്രയാണോ നെക്കിൻ്റെ ഡീപ്പ് വൈഡ് അതിനനുസരിച്ച് നമ്മളൊരു സ്ക്വയർ പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് രണ്ടായിട്ടൊന്ന് സെൻറ്റർ ചെയ്തൊന്ന് മടക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് വേണം, ഷോൾഡർ ഭാഗത്തൊരു അരയിഞ്ച് മാറ്റി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഷോൾഡർ ഭാഗങ്ങൾ തമ്മിൽ കൂട്ടിയടിക്കാനുള്ള അരയിഞ്ച് ഫസ്റ്റിലെ തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇട്ട് മാറ്റി വയ്ക്കുവാണേ. ഇനി നമുക്ക് നെക്കിൻ്റെ വൈഡ് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 3 ഇഞ്ചാണ് ഈ ഷോൾഡർ ഭാഗത്തു നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു സ്കെയിലുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഈ നെക്കൊക്കെ വരച്ചെടുക്കാൻ പറ്റും. കണ്ടോ, നമുക്ക് ലെവല് കിട്ടാൻ വേണ്ടിയിട്ട് 2 സൈഡും മാർക്ക് ചെയ്യാം. കറക്റ്റായിട്ട് ലെവൽ പിടിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എളുപ്പമാണ് ഈ ഒരു സ്കെയിലുണ്ടെങ്കിൽ. ഈ സ്കെയിലില്ല എങ്കിൽ നമുക്ക് നോർമൽ സ്കെയിലിട്ട് മാർക്ക് ചെയ്താൽ മതി. ഇനി നെക്കിൻ്റെ ഡീപ്പ് ഷോൾഡർ ഉൾപ്പെടെ ഞാനിവിടെ ഫസ്റ്റ് റൗണ്ട് 5.5 ഇഞ്ച് കൊടുക്കുകയാണ്. നമ്മൾ ഷോൾഡറിൽ നിന്ന് 1/2 ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്യുവാണെങ്കിൽ 5 ഇഞ്ച് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഷോൾഡർ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തത് കൂട്ടിയാണ് 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത് 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് ഒരു 3 ഇഞ്ച് മാറ്റി അവിടെയും ഒന്ന് മാർക്ക് ചെയ്ത് ഈ സൈഡിൽ 3 ഇഞ്ച് മാർക്ക് ചെയ്തല്ലോ വൈഡ്, അത് തമ്മിലൊന്ന് യോജിപ്പിച്ച് ഒരു സ്ക്വയർ ആക്കി വയ്ക്കാം. എത്ര ഡെപ്ത് കൊടുക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഡെപ്ത് കൊടുത്ത് ഇവിടെ ഒന്ന് ചെറിയൊരു കർവ് കൊടുക്കുകയാണ്. ഒന്ന് റൗണ്ടാക്കി കൊടുക്കണം. നമുക്കിഷ്ടമുള്ള കണക്കിന് ഇതുപോലെ ഒന്ന് റൗണ്ടാക്കി താഴ്ഭാഗത്തിന് നമുക്ക് കീ ഹോളിൻ്റെ ഒരു ചെറിയ ഹോളുണ്ടല്ലോ, ആ ഒരു നെക്ക് കൊടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് മേളിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് കൂടെ ഇറക്കി മാർക്ക് ചെയ്യുവാണേ. ഷോൾഡർ ഉൾപ്പെടെ മാർക്ക് ചെയ്യുമ്പോൾ 7 ഇഞ്ച് കൊടുക്കും. ഷോൾഡർ മാറ്റിയാണ് മാർക്ക് ചെയ്യുന്നതെങ്കിൽ 6.5 ഇഞ്ച്. ഇപ്പം ഞാനിവിടെ മാർക്ക് ചെയ്യുന്നതാണ് ഞാൻ പറയുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഡീപ്പ് കൊടുക്കാം. ഇവിടെ നിന്നും 3 ഇഞ്ച് മാറ്റി ഫസ്റ്റ് സ്ക്വയർ ചെയ്ത പോലെ തന്നെ ഈ ഒരു സ്ക്വയർ ലെങ്ത് കൂട്ടി കൊടുത്തന്നേ ഉള്ളൂ. 1.5 ഇഞ്ച് കൂട്ടിയാണ് ഈ ലെങ്ത് ചെറിയ ഹോളിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത്. അത് ഒരു സ്ക്വയറാക്കി വയ്ക്കുവാണേ. ഈ ചെറിയ സ്ക്വയറിനകത്താണ് നമുക്ക് ആ ഷേപ്പ് കൊടുക്കാനുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 1/2 ഇഞ്ചൊന്ന് മാറ്റി ജസ്റ്റ് താഴോട്ട് ഇങ്ങനെ ഒന്ന് വരച്ച് മേളിലോട്ട് ഇങ്ങനെ ഒന്ന് യോജിപ്പിച്ചതാ. ഇങ്ങനെ ഒരു ഹോളാണ് കൊടുക്കുന്നത്. നമുക്ക് 1/2 ഇഞ്ചോ 1 ഇഞ്ചോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൻ്റെ വലിപ്പം കൂട്ടിയും കുറച്ചും ചെയ്യാം. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ച് ഈ ഒരു ഷേപ്പിനാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ സൈഡ് നെക്ക് ഷേപ്പ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ സൈഡിൽ നിന്ന് 1 ഇഞ്ച് മാറ്റി ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും നമുക്ക് 1/2 ഇഞ്ച് മതി എങ്കിൽ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. ഈ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് ഈ ചെറിയ ഹോളിനും ആ ഒരു 1 ഇഞ്ച് ഒന്ന് മാറ്റി ഷേപ്പ് കൊടുത്ത് ഇതിനെ ഒന്നിനെ യോജിപ്പിച്ച് കൊടുക്കാനുണ്ട്. ഈ ഡോട്ടുകളെ തമ്മിൽ ഈ ഒരു ഷേപ്പിന് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഞാനിങ്ങനെ വരച്ചു കൊടുക്കുവാണ്. മേളിലോട്ട് ഈ ഒരു ഷേപ്പ് ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുത്തു കഴിഞ്ഞ് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പമല്ലേ. ഇനി ഇതിൻ്റെ പുറത്തൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതിയല്ലോ. ഈ ഷേപ്പിനാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. കട്ട് ചെയ്യും മുന്നേ ഈ ഒരു ബ്രിഡ്ജ് നമുക്ക് നിർത്തിക്കൊണ്ട് തന്നെ കട്ട് ചെയ്യണം. 1/2 ഇഞ്ച് ഷോൾഡർ മാറ്റി വിട്ടത് അത് കട്ട് ചെയ്ത് പോകാൻ പാടില്ല. ഇത്രയും ഒന്ന് കട്ട് ചെയ്ത് വെച്ച് ഈ ഒരു ഷേപ്പ് താഴെയെന്ന് ഞാനിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുവാണ്. ഈ സൈഡ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇനി അകവശത്തുള്ള ഈ വലിയ റൗണ്ട് കട്ട് ചെയ്യണം. വലിയ റൗണ്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ബ്രിഡ്ജ് കട്ട് ചെയ്ത് പോകാതെ ശ്രദ്ധിക്കണം. കാരണം ബ്രിഡ്ജ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഷോൾഡർ ഇങ്ങനെ വലിപ്പം കൂടിപ്പോകും. ഈ ഒരു കറക്റ്റ് മെഷർമെൻറ്റിൽ നമുക്ക് നെക്ക് ചെയ്തെടുക്കണമെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റണം. ഇനി ആകവശത്തുള്ള കുഞ്ഞ റൗണ്ട് കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ഷേപ്പിന് കട്ട് ചെയ്തെടുത്താൽ മതി. ഞാൻ വരച്ച് ഈ ഒരു ഡിസൈൻ തന്നെ വരയ്ക്കണമെന്നില്ല. നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ഇതുപോലെ വരച്ച് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതേ കണക്കിന് ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഷാർപ്പായിട്ട് നമുക്ക് കിട്ടി. ഇതിന് ഷാർപ്പായിട്ട് വേണ്ട എങ്കിൽ ഈ എൻഡ് ഭാഗം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റി നമുക്ക് ആ ഒരു ഷേപ്പിനും കൊടുക്കാം. ഇനി സാധാ നെക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഒരു സ്ക്വയർ പീസ് എടുത്ത് അതിലോട്ട് ഇതിനെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കണം. അയൺ ചെയ്ത ശേഷം നമുക്കൊരു 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ മാറ്റി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ സൈഡ് കണ്ടോ, ഞാനിപ്പോൾ ഒരു ഫേസിങ് ഷീറ്റിൽ ഇത് ഒട്ടിച്ച്
ഇതുപോലെ ഒന്ന് നല്ലപോലെ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. 1/2 ഇഞ്ച് മാറ്റിയാണ് ഞാൻ ഈ സൈഡൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് മടക്കി ഈ സ്റ്റിഫിനകത്തോട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതാ ഈ കോണുണ്ടല്ലോ, ഇവിടെ ഓരോ കട്ട് കൊടുത്താൽ മാത്രമേ നമുക്ക് നല്ലപോലെ ഫിനിഷിംഗ് ആയിട്ട് ഇതിനെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഈ 2 കോണിലും ഞാൻ ഓരോ കട്ട് കൊടുത്ത് വയ്ക്കുവാണ്. ഇനി നമുക്കിത് മടക്കി കൊടുക്കുമ്പോൾ ഈസി ആയിട്ട് ഇതാ ഇങ്ങനെ മടക്കി ഒന്ന് ഇതിൻ്റെ പുറത്തൂടെ സൈഡിൽ അതെല്ലാം നെക്കും ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്ത് ക്ലിയർ ആക്കി വയ്ക്കണം. സ്റ്റിച്ച് ചെയ്യും മുന്നേ ഇതാ ഇതിനെ 2ആയിട്ട് സെൻറ്റർ പിടിച്ചൊന്ന് മടക്കി ഈ ഒരു പോർഷനിലൊരു കട്ട് കൊടുക്കാനുണ്ട്. നമുക്ക് മെയിൻ ക്ലോത്തിലോട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ലെവൽ പിടിച്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതാ ഇതുപോലൊരു കുഞ്ഞ് കട്ട് കൊടുത്താൽ മതി. ഇനി നെക്ക് ചെയ്യാൻ പോകുന്ന യോക്ക് ഏരിയയിൽ അതിലും ഞാനൊരു കട്ട് കൊടുക്കുവാണ് കേട്ടോ. നമുക്കിപ്പോൾ ഫ്രണ്ട് പാർട്ടിലാണെങ്കിൽ ഫ്രണ്ട് പാർട്ട് ആ മെയിൻ ക്ലോത്തിൻ്റെ ഇതുപോലെ 2ആയിട്ട് മടക്കിയിട്ട് സെൻറ്ററിലൊരു കട്ട് കൊടുത്താൽ മതി. അതിലും ഒരു കട്ട് കൊടുത്തു കഴിയുമ്പോൾ കറക്റ്റ് ലെവലിൽ നമുക്ക് ഈ യോക്ക് പീസും അതുപോലെ നെക്ക് പാർട്ടുമായിട്ടൊന്ന് പിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എളുപ്പമാവും. അതുകൊണ്ട് ഇതിലും ഒരു കട്ട് കൊടുത്ത് വയ്ക്കുവാണ്. ഇനി ഈ നെക്കൊന്ന് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം നമുക്ക് മെയിൻ ക്ലോത്തിലോട്ട് ഇതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാനുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു യോക്ക് പോർഷനിലോട്ട് സെൻറ്റർ ഭാഗത്തൊരു കട്ട് കൊടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ കട്ട് ചെയ്ത് കൊടുത്ത് അതേ ഏരിയയിൽ വെച്ചൊന്ന് പിൻ ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു കട്ട് ചെയ്ത് വെച്ച നെക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറാതെയാണ് കറക്റ്റ് ലെവൽ പിടിച്ചൊന്ന് പിൻ ചെയ്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എളുപ്പത്തിന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കതാ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഈ ബ്രിഡ്ജിൻ്റെ ഇതേ ലെവലിൽ പോകണം. സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഇതേ ലെവലിൽ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സ്റ്റിഫിൻ്റെ എഡ്ജിലൂടെ സ്റ്റിച്ച് ചെയ്യണം. സ്റ്റിഫിൻ്റെ പുറത്ത് കയറാൻ പാടില്ല. ഈ ഒരു കോണ് വരുമ്പോൾ തിരിച്ചിടുന്നത് എങ്ങനെയാണെന്നും അതിന് വേണ്ടിയിട്ടുള്ള ടിപ്പ് നമുക്ക് ആ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കാണാം. ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. സാധാരണ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ എൻ്റെ ഭാഗത്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് ഈ ഒരു കോണാണല്ലോ നമുക്ക് തിരിച്ചിടേണ്ടത് ഈസി ആയിട്ട്. ഈ ഒരു കോൺ എത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യണം. ഒരു സ്റ്റിച്ച് ഈ കോണിന് ഒരു സ്റ്റിച്ച് മുന്നേ വരെ സ്റ്റോപ്പ് ചെയ്യണം. കണ്ടോ ഇങ്ങനെ. ഇനി നമുക്ക് ഈ ഫുട്ടൊന്ന് ഉയർത്തി നീഡിൽ താഴോട്ട് കുത്തി നിർത്തിയിട്ടുണ്ട്. ഒരു സ്റ്റിച്ച് കൂടെ ആകുമ്പോൾ നമുക്ക് ഈ കോണ് ഈ സ്റ്റിഫിൻ്റെ കോണായിട്ട് കട്ട് ചെയ്ത പോർഷനകത്ത് ഒരു സൈഡ് ആ ഒരു സ്റ്റിച്ച് മുന്നേ ആയിട്ട് ഇതുപോലെ സ്റ്റോപ്പ് ചെയ്ത് വെച്ച ശേഷം സാധാ ഈ സ്റ്റിച്ച് ചെയ്യുന്ന ത്രെഡ് തന്നെയാണ് കേട്ടോ, ഒരു 4ആയിട്ടോ 2ആയിട്ടോ 4ആയിട്ടോ ഒക്കെ ഇതുപോലെ ഒന്ന് മടക്കി ഈ നീഡിൽ ചേർത്ത് ഈ ഫേസിങ് ഷീറ്റ് ഉയർത്തിയ ശേഷം അതിൻ്റെ അടിയിലോട്ട് കണ്ടോ നീഡിലിന് ചേർത്ത് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കണം. നീഡിൽ ചേർത്ത് തന്നെ വെച്ച് കൊടുക്കണം. പിന്നൊന്ന് റിമൂവ് ചെയ്തിട്ടാണ് ഞാൻ വയ്ക്കുന്നത്. കാരണം ഇവിടെ ഒരു ഡിസ്റ്റർബൻസ് ആണ് കണ്ടോ. ഇങ്ങനെ ഒന്ന് നീഡിൽ ചേർത്തങ്ങ് വെച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്ത ശേഷം നമുക്ക് ഫുട്ട് താഴ്ത്തി ഒറ്റ സ്റ്റിച്ച് ഇങ്ങനെ ഒറ്റ സ്റ്റിച്ച്. അപ്പോൾ ഈ സ്റ്റിച്ചിനകത്ത് ഈ നൂലിപ്പോൾ ഫിക്സായി. ഇനി ഒന്നുകൂടെ ലോക്കിന് വേണ്ടിയിട്ട് ഒറ്റ സ്റ്റിച്ച് ബാക്ക് വന്ന് ആ ഒരു സ്റ്റിച്ച് തന്നെ ഒന്നുകൂടെ ഞാനിവിടെ ഫ്രണ്ടിലോട്ട് എടുക്കുവാണ് കേട്ടോ. അങ്ങനെ ചെയ്തില്ലെങ്കിൽ വിഷയമല്ല, അപ്പോഴത്തേക്ക് നമുക്ക് ലോക്കായി എന്നറിയാലോ. ഇനി ഈ ത്രെഡ് മേളിലോട്ടുള്ള ഈ ഒരു ത്രെഡിനെ താഴോട്ട് എടുക്കുന്ന ത്രെഡിൻ്റെ കൂടെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ തന്നെ അവിടെ ഒന്ന് ടൈറ്റായി കണ്ടോ. ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ആ സ്റ്റിച്ചിനകത്തത് ലോക്കായിട്ടിരുന്നോളും. ഈ കോൺ ചെയ്ത പോലെ തന്നെയാണ് ഇപ്പുറത്തെ സൈഡിൽ ഈ കോണിലും ചെയ്യേണ്ടത്. ഒരു 2 സ്റ്റിച്ച് കൊടുക്കണം. കാരണം നമുക്കിവിടെ ഒന്ന് കട്ട് ചെയ്ത് വിടാനുണ്ട്. ഇടയ്ക്ക് 2 സ്റ്റിച്ച് മാറ്റി ഈ ഒരു കോണിൽ ഇതുപോലെ നീഡിലൊന്ന് ഇറക്കി വെച്ച് കൊടുത്ത ശേഷം ഫുട്ടൊന്ന് ഉയർത്താം. ഇവിടെയും ഇതിങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ നേരത്തെ ചെയ്ത മധുപാല നെക്ക് അതും ഇതുപോലെയാണല്ലോ നമ്മളിങ്ങനെ കൊടുക്കുന്നത് അല്ലേ, ഡോരി കൊടുക്കുന്ന. അതുപോലെ തന്നെയാണ് ഈ കോണിലോട്ട് ഇങ്ങനെ ത്രെഡ് വരണം, അത്രേ ഉള്ളൂ. ഈ കോണിലും കണ്ടത് ഇതൊന്ന് ഉയർത്തിയ ശേഷം ഈ ഒരു ത്രെഡ് അവിടെ ഒന്ന് ആ നീഡിൽ ചേർത്തങ്ങ് അകവശത്തോട്ടാക്കി വെച്ചാൽ മതി. ഈ വലിയ റൗണ്ട് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത ശേഷം അകവശത്ത് നമുക്ക് ഈ ഒരു കോണ് ഇവിടെ സ്റ്റോപ്പ് ചെയ്തല്ലോ, അവിടെ നിന്ന് അതിൻ്റെ എഡ്ജിലൂടെ ഈ ചെറിയ റൗണ്ടും കൂടെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അതൊക്കെ നമ്മൾ സാധാ നെക്ക് ചെയ്യുമ്പോൾ ചെയ്യുന്ന തന്നെയാണ്. ഇതൊന്ന് നല്ലപോലെ ഫിക്സ് ആവണം.
ഈ നീഡിൽ ചേർത്ത് വയ്ക്കുന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ഒറ്റ സ്റ്റിച്ച്, മുന്നോട്ട് ഒറ്റ സ്റ്റിച്ച് കൊടുക്കുമ്പോൾ ആ സ്റ്റിച്ചിനകത്ത് ഈ ത്രെഡ് ആയിക്കോളും. ഒന്ന് ലോക്കാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബാക്കിലോട്ട് ഒറ്റ സ്റ്റിച്ച് വന്ന് അതേ സ്റ്റിച്ച് ഒന്നുകൂടെ തിരിച്ചു വരുന്നുണ്ട്. ഇങ്ങോട്ട് തിരിച്ചു വെച്ച ശേഷം അതൊന്ന് അവിടെ ലോക്കാവും. അതിനുശേഷം ഇതുണ്ടല്ലോ, ഈ ത്രെഡ് ആദ്യം ചെയ്ത പോലെ തന്നെ ഈ ത്രെഡിനോട്, താഴോട്ടുള്ള ത്രെഡിനോടൊന്ന് ചേർത്ത് കൊടുത്താൽ മതി. കണ്ടോ? ഇനി നമുക്ക് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് പോന്നാൽ മതി. ഇതിവിടെ കെട്ടൊന്നും വീഴാതെ കറക്റ്റായിട്ട് താഴോട്ട് പിടിച്ച് വെച്ച ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്താൽ മതി. ഈ റൗണ്ട് അങ്ങ് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഈ റൗണ്ടും കംപ്ലീറ്റ് ചെയ്ത് ത്രെഡ് ഒന്ന് മാറ്റി താഴത്തെ റൗണ്ടും കൂടെ ഇതുപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ ഈ സ്റ്റിഫ് ചേർത്താണല്ലോ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തേക്കുന്ന. ഒരു 4 ഇഞ്ച് മാറ്റി ഈ വലിയ റൗണ്ടൊന്ന് കട്ട് ചെയ്ത്, ഇതിപ്പോൾ റൗണ്ട് ഇങ്ങനെ ചരിഞ്ഞ് വരുന്നതുകൊണ്ട് ഇതിനകവശം നമുക്ക് ചെറിയ ചെറിയ കട്ട് ഇട്ട് കൊടുക്കണം. കാരണം തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ചുരുങ്ങി നിൽക്കും. ഇതുപോലെ കണ്ട് കോണിലൊക്കെ അടുപ്പിച്ചടുപ്പിച്ച് കട്ട് കൊടുക്കണം. ഫുൾ റൗണ്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അകവശത്ത് കണ്ടോ, ഈ ചെറിയ റൗണ്ട് അതിനകവശവും 4 ഇഞ്ച് മാറ്റി ജസ്റ്റ് ത്രെഡിൽ കൊള്ളാതെ കട്ട് ചെയ്തെടുത്താൽ മതി. അത് കഴിഞ്ഞ് ഈ കോണിൽ ഡീപ്പായിട്ടൊരു കുഞ്ഞ് കട്ട് കൂടെ കൊടുത്താൽ മതി. ഇനി നമുക്ക് തിരിച്ചിട്ടെടുക്കണം. ഇതിനെ ഒന്ന് നിവർത്തി വെച്ച് ത്രെഡൊന്ന് വലിച്ചെടുത്താൽ മതി. കണ്ടോ? ഇങ്ങനെ തിരിച്ചെടുക്കുമ്പോൾ ഈ 2 സൈഡിലുള്ള ത്രെഡിങ് ഈസി ആയിട്ട് വലിച്ചെടുത്താൽ മതി. നമുക്ക് കറക്റ്റ് ഷേപ്പ് കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് നമ്മൾ തിരിച്ചിട്ടെടുക്കുന്നത്? ഷാർപ്പല്ലാത്ത എന്തെങ്കിലും ടൂൾ വെച്ചിട്ട് അകത്തൂടെ ഇങ്ങനെ കുത്തി നമുക്ക് തിരിച്ചിട്ടെടുക്കണം. ഇതിപ്പോൾ സിമ്പിളല്ലേ? ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നല്ല എളുപ്പത്തിന് നമുക്ക് ഷാർപ്പായിട്ടാണെങ്കിൽ ഷാർപ്പായിട്ട് ചെയ്തെടുക്കാം ഈ ഒരു കോണ്. അതല്ല എങ്കിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് അങ്ങനെയും ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ലൂപ്പും ബട്ടണൊക്കെ വെച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലേ? നല്ല എളുപ്പത്തിന് നമുക്ക് ഈ ഒരു നെക്ക് ചെയ്തെടുക്കാം എന്നുള്ളതേ ഉള്ളൂ. ഇതിങ്ങനെ തിരിച്ചിട്ട ശേഷം ഒന്ന് അയൺ കൂടെ ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് നല്ലപോലെ കിട്ടുന്നത്. ഇനി നമുക്ക് ഈ ത്രെഡ് ഒന്ന് റിമൂവ് ചെയ്യണമല്ലോ. ഇവിടെ കെട്ടൊന്നും ഇല്ലാത്ത രീതിക്ക് ഈ ത്രെഡ് ഇങ്ങനെ ഒന്ന് നിവർത്തി വെച്ച് ഒരു സൈഡിൽ നിന്നൊന്ന് വലിച്ചെടുത്താൽ മതി. കാരണം ആ ഒരു സ്റ്റിച്ചിനകത്തല്ലേ ത്രെഡ് നിൽക്കുന്ന. ഒരു സൈഡിൽ നിന്നിങ്ങനെ ഒന്ന് ഇളക്കിയെടുക്കുമ്പോൾ ഈസി ആയിട്ട് അതങ്ങ് റിമൂവ് ആവും. അതല്ല എങ്കിൽ കട്ട് കൊടുത്തിട്ട് വലിച്ചെടുത്താൽ മതി. ഒത്തിരി സ്ട്രോങ് ആയിട്ടൊന്നും വലിക്കാൻ പാടില്ല. കാരണം അകത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തത് കട്ടായി തിരിച്ചിങ്ങ് പുറത്തോട്ട് അതിങ്ങ് ക്ലോത്ത് ഇങ്ങനെ തയ്യൽ തുമ്പിങ്ങളവി വരും. ഇതിനെ ഒന്ന് പതിയെ നിവർത്തിയിട്ട ശേഷം ഒന്ന് അയൺ കൂടെ ചെയ്തെടുക്കുമ്പോൾ ഈ നെക്കിൻ്റെ ഭംഗി അറിയുന്നത്. കണ്ടോ എത്ര ഭംഗിയായിട്ട് നമുക്ക് ഈ നെക്ക് കിട്ടിയെന്ന്. ഇനി നമുക്ക് ബട്ടണോ ലൂപ്പോ എന്ത് വേണമെന്ന് വെച്ചാൽ ഇതിൽ കൊടുക്കാം. കണ്ടോ നല്ല രസമല്ലേ നമ്മുടെ നെക്ക്? നമുക്ക് നല്ല എളുപ്പത്തിന് തന്നെ ഇതുപോലെ ഈ നെക്കൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നവരെയും ടാറ്റാ.